നമ്മുടെ നാട്ടിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഖുർആനൂരി ഹദിയ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ അവർക്കല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? അവർക്ക് വേണ്ടി നമ്മൾ ദുആയിരക്കാൻ വേണ്ടി ഇതുപോലൊരു മജ്‌ലിസ് സംഘടിപ്പിച്ചത് റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരായിരുന്നു, ഞങ്ങളെ സ്നേഹിച്ചവരായിരുന്നു. ഞങ്ങളിവിടെ പറഞ്ഞ ആയത്തും ഹദീസും ദിക്റും സ്വലാത്തുമെല്ലാം അവരെ ഖബറിലേക്ക് കൊടുക്കണേ അല്ലാഹ്. ഓ എന്റെ ഉമ്മ, കുഞ്ഞുമക്കളെ നല്ല മക്കളാക്കി വളർത്തിക്കൊള്ളണം. ഞങ്ങൾ SSFിലൂടെ ഒരു പാർലമെന്റും വിചാരിച്ചിട്ടില്ല. നിങ്ങളെ മക്കളെ ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കൂല. പിന്നെന്തിനാ ഞാനതിന് പറയുന്നതെന്നോ? നിങ്ങളൊരു കുട്ടി SBS ചേർത്ത് ആ കുട്ടി SSFിൽ വന്ന് സജീവ പ്രവർത്തകനായാൽ പാവപ്പെട്ട ഞങ്ങളെ പോലത്തെ ആളുകൾ മരിച്ചാലോ ഈ യൂണിറ്റിൽ നിന്നൊരു ഫാത്തിയെങ്കിലും കിട്ടിയാലോ? അതിനാ ഞാനിങ്ങനെ ശബ്ദിച്ചു പറയുന്നത്. ദയവ് ചെയ്ത് എന്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കളെ വഴിതെറ്റാൻ വിടരുത്. നല്ലവരെ കൂടെ കയ്യിലേൽപ്പിച്ചോളണം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയല്ലോ. കഴിഞ്ഞ റമളാന് കഴിഞ്ഞിട്ടാ ദുൽഖഅദില് 4-ന് ഉപ്പ മരിച്ചു പോയല്ലോ. എല്ലാ ആളുകളും പാവപ്പെട്ട എന്റെ ഉപ്പാക്ക് ഒരു യാസീനെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്ന് ഓടിയിട്ട് ആ ഉപ്പാക്കൊന്ന് ഹദിയ ചെയ്യുമോ? കാരണം ഉപ്പയാണ് ഞങ്ങളെ വളർത്തിയത്. ഉപ്പ ഞാൻ SSFകാരായതിന്റെ പേരിൽ നിർത്തിയിട്ടില്ല. ഞാനൊരു കൽക്കരം ഉസ്താദിനെ ആദരിക്കുന്നവരായതുകൊണ്ട് എന്നോട് ഉപ്പ ഇതുവരെ കർക്കശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഉപ്പ കാണിച്ചു തന്ന സുന്നത്തി ജമാഅത്തിന്റെ പാതയിൽ തന്നെയാണ്. അല്ലാഹുവേ ഉപ്പാന്റെ ഖബറിനെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഇതുപോലെ ഞാനും മരിച്ചു പോകും. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ എന്റെ പ്രായമുള്ള ഒരു മകനും എനിക്കില്ല. എന്റെ കുട്ടിക്ക് വയസ്സാകെ വന്നത് 3 വയസ്സാണ്. 3 വയസ്സുകാരനായവന്റെ പ്രായത്തിലാ ഞാൻ മരിച്ചു പോയതെങ്കിലും അവന് പ്രായപൂർത്തിയെത്തിയാലോ എനിക്ക് ദുആയിരക്കണമെന്ന ചിന്തയുണ്ടാവണമെന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഞങ്ങളൊക്കെ കാണുന്നത് വളർന്നു വരുന്ന SSFകാരെയാണ്, SBS-കാരെയാണ്, SYS-കാരെയാണ്. കാരണം ഞങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ മതി, അതേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ മെസ്സേജുകളെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നിഷ്കളങ്ക അമീനോ, നിഷ്കളങ്ക ദുആഓ, നിഷ്കളങ്ക ഫാത്തിഹയോ ലഭിച്ചാൽ അത് നമുക്കൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. അത് എന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആര് മരിച്ചാലോ ഓ എന്റെ ഉമ്മ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളൊരു മകനെ സജീവ പ്രവർത്തകരെങ്കിലും നിങ്ങളെ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഞാനടക്കമുള്ള ആളുകളെ ഫാത്തിഹയോട്, കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആളുകൾ ദുആയിരക്കോ, സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ദുആയിരക്കോ. ഇത് തന്നെയല്ലേ നമ്മുടെ സൈദലിക്കാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ അഹമ്മദ് കുട്ടി സാഹിബിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയൂല. ഞങ്ങളെ ദുആ അവർക്കൊരു തണലാക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ ഉമ്മ, നമ്മുടെ മക്കളെ കഞ്ചാവിന്റെ അടിമകളാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആലിമീങ്ങളെ പച്ചക്ക് തിന്നുന്ന
സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം കോലത്തിലാ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ SSFന്റെ ചെറുപ്പക്കാർക്ക് ചുണക്കുട്ടികൾക്ക് വൈക്കോലുണ്ട വാങ്ങാൻ കിട്ടാനിട്ടാണല്ലോ? അതേ, വൈക്കോല് കത്തിക്കാനും വൈക്കോല് കൊണ്ട് കോലമുണ്ടാക്കാനും കഴിയാനിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ ലോകത്തിൽ ഏറ്റവും വലിയ വൈക്കോലുണ്ട കൊണ്ട് കോലമുണ്ടാക്കാൻ ഞങ്ങളോട് ശക്തിയുള്ള ഒരു പ്രസ്ഥാനമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ആരെയും കോലം കത്തിക്കാൻ പോയില്ല, ഞങ്ങൾ ആരുടെയും അവഹേളിക്കാൻ ആ കോലത്തിന് തീ വെക്കാൻ പോയില്ല, മയ്യത്തുണ്ടാക്കാൻ പോയില്ല. ഇതിനൊക്കെ നല്ല അഗ്രഗണ്യന്മാരായ ആളുകളുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു ആത്മീയ നേതൃത്വം ഉണ്ടായതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. ആ സ്ഥാനത്ത് നിങ്ങളും മറ്റൊരു വിഭാഗത്തിന് പോയാലോ? ആരകോല ഉണ്ടാക്കിയത് കാന്തപുരം ഉസ്താദോ എന്ന പോലെ തന്നെ മഹാനായ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ, മഹാനായ ഖലീൽ തങ്ങളുപ്പാപ്പ, വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ഒന്നരായ സുലൈമാൻ ഉസ്താദിന്റെ കോലമോലും ഉണ്ടാക്കി നിങ്ങൾ പരിഹസിച്ചവരല്ലേ ഉമ്മ? അതിന് നമ്മുടെ മക്കളെ നിങ്ങളെ ദാനം കൊടുക്കല്ല കേട്ടോ. നിങ്ങളെ കാഫിറാക്കുന്നവരെ കൂടെ നമ്മുടെ മക്കളെ കയറിയൂടി വിടല്ല കേട്ടോ. അല്ലാഹു തആല നമ്മുടെ നാട്ടിലെ മുഴുവൻ മക്കൾക്ക് അഹ്ലുസുന്നയിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാ.